ഇതെന്ത് മീറ്റിംഗ്? എൻ്റെ വർക്കഹോളിക് അങ്കിൾ ഒരു പുതിയ ഡീലുമായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് കേട്ട് നോക്കാം. ഞാൻ പറഞ്ഞോ? പിന്നെ വായ്. അയാൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതെനിക്കറിയാമല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. Praveen uncle. Hello. This is Siddharth. He's the MD of this company and my nephew too. Sidhu, ഇവരാണ് ചൈനയിലെ ഏറ്റവും വലിയ ടൊബാക്കോ ബ്രാൻഡിന്റെ ഓണേഴ്സ്. Nice to meet you. Nice to meet you, sir. Hello. And this is Avinash. Yeah. Sit down. Please sit down. സിദ്ധു, ഇവർക്ക് നമ്മുടെ കൂടെ കൊളാബറേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഭാവിയിൽ അതൊരു മെർജറും ആവാം. That's great news. We are the top brand in China and we like to expand our business here in India. Exactly. What makes you so successful in China? Actually, അവരുടെ സിഗരറ്റിൽ there's a very special ingredient. People just love it. ഞാൻ മീറ്റിംഗ്. It's a proprietary formula patented. ഒരു മിനിറ്റ്. അവരത് നമ്മുടെ കമ്പനിയുമായി ഷെയർ ചെയ്യാൻ റെഡിയാണ്. Okay. I'll just come. എന്താടാ? എടാ, ഈ ഡീല് നടക്കാൻ നീ സമ്മതിക്കരുത്. എന്തു പറ്റി? ദാ, അവരുടെ സിഗരറ്റിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് എക്സ്ട്രീംലി അഡിക്റ്റീവ് ആണ്. എടാ, നല്ലതല്ലേ? നമ്മുടെ സെയിൽസ് കൂടും. എടാ, അത് അഡിക്റ്റീവ് ആണെന്ന് മാത്രമല്ല, ഭയങ്കര അപകടമാണ്. നമ്മുടെ ബ്രെയിനെ കേട്ട് ഒരു മാതിരി കുഴപ്പിച്ചാളെ. എടാ, ഞാൻ ഈ ബ്രാൻഡിനെ പറ്റി ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു. സംഭവം ഒരു ചൈനയിലെ വലിയ ബ്രാൻഡൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒഫീഷ്യൽസിനൊക്കെ ഇവർ വലിയ രീതിയിൽ കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ സാധനം മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. വലിയൊരു സ്കാം തന്നെ ഉണ്ട്. നീ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമുക്കെന്താ അതുകൊണ്ട് കുഴപ്പം? നിനക്കിത് പറഞ്ഞാൽ മനസ്സിലാവാത്ത മർഡർ അവിനാഷ്. എനിക്ക് ഈ വലിയ ബിസിനസ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഈ ഡീല് നടന്നാൽ പിന്നെ നീയും ഞാനും ഈ കമ്പനിയിൽ ഓരോരുത്തരും കൊലപാതകളാ. നമ്മൾ എന്ത് ചെയ്യാനാ? ഞാൻ പറയാനുള്ള പറഞ്ഞു. നീ നിനക്ക് തോന്നുപോലെ ചെയ്. സത്യ സത്യ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ സിദ്ധിനോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് നീ എന്താ ചെയ്ത? ഈ പ്രോജക്ട് റിപ്പോർട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രവീണൊക്കെ ഇത് കലക്കില്ല. Really? ഇത് ഉറപ്പായിട്ട് നോക്കാം. Oh, do you think so? Of course I think so. This is it. Sure. Okay. എന്തു പറ്റി? സിദ്ധി ഡീലിൽ നീ സമ്മതിക്കരുത്. What? നീ ഇതിൽ ഇടപെടണ്ട. അല്ലെങ്കിലും ഇവിടെ നിനക്കെന്താ കാര്യം? 1 second. എന്താ നീ അങ്ങനെ പറയാൻ കാര്യം? ഇവർ ചൈനയിലെ ടോപ്പ് ബ്രാൻഡ് അല്ലേ? ഇവരുടെ സിഗരറ്റ്സ് ഭയങ്കര അഡിക്റ്റീവാണ്. അതാണ് നമ്മുടെ ബിസിനസ്സിന് നല്ലത്. അത് തൽക്കാലത്തേക്ക് മാത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ പുതിയ ബ്രാൻഡിന് അഡിക്റ്റഡ് ആവും. ദിവസം 2 പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരുന്നവർ 5 അതിൽ കൂടുതലോ വാങ്ങും. സോ വാട്ട്? Exactly. That increases the company's profits. അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല സർ. ഗുണമുണ്ടാകണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് കാലം ജീവിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 20 വർഷമെങ്കിലും, അല്ലാതെ 5 കൊല്ലം അല്ല. ഉടനെ മരിച്ചു പോകുന്ന ഒരു ലോയൽ കസ്റ്റമറിൻ്റെ ആയിട്ട് എന്താ കാര്യം? ആള് വേണ്ട സിഗരറ്റ് വാങ്ങാൻ. We are success in China. All the youths are buying our brand. That's it. പിന്നെ ഇതിന് എക്സ്ട്രാ മാർക്കറ്റിംഗ് കോസ്റ്റ് വേണ്ടി വരും. വൺസ് നമുക്കൊരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരുടെ സിഗരറ്റ് ആണെങ്കിൽ ഈ ലോയൽ കസ്റ്റമേഴ്സ് സിഗരറ്റ് വാങ്ങാൻ ഒരുപാട് കാലം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ പുതിയ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റിങ്ങിന് വീണ്ടും സ്പെൻഡ് ചെയ്യേണ്ടി വരും. നിങ്ങൾ തീരുമാനിക്കുക, ഇതാണോ നമ്മുടെ ബിസിനസ്സിന് നല്ലതെന്ന്. നിന്റെ ഡിപ്പാർട്ട്മെന്റ് ജോലി കുറയ്ക്കാനാണെങ്കിൽ അത് പറ. ഇവരെ കുറ്റം പറയാൻ അവര് പ്രൂവ് ചെയ്തിട്ടുള്ളവരാണ്. ഒരു ഷോർട്ട് ടേം ഗെയിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് ഒരു ലോങ് ടേം ലോയൽ കസ്റ്റമറാണ്. പക്ഷേ നിങ്ങളുടെ കമ്പനിയാണ്, നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. Sir, please let me explain it to you. Just listen to me, please. Sir, there is no confusion. Very impressed, Mr. Avinash. ഷോർട്ട് ടേം ഗെയിനിന് പകരം ലോങ് ടേം ലോയൽ കസ്റ്റമർ. കൊള്ളാം. തനിക്ക് തരുന്ന പൈസ പോകത്താണെന്ന് മനസ്സിലായി. പക്ഷെ താൻ പ്രവീൺ അങ്കിളിനെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. If I were you, I'd be scared for my life.